നമ്മളിതാ കുരുമുളകിൻ്റെ കുറ്റിക്കുരുമുളകാണ് ഇട്ടതാ. നമ്മളവിടെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഒരൊറ്റ തൈയാണ് ഇട്ടത്. ആ തയ്യുമ്മേ ഒരു 40-50 തൈ തോക്കുണ്ടാവും കേട്ടോ അതുമ്മേ. അപ്പം നല്ലോണം ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പറിച്ച് നോക്കാം കേട്ടോ. എല്ലാതും ഇത് നമുക്ക് ഏട്ടൻ്റെ കസിന് സമ്മാനമായിട്ട് കൊടുന്നു തന്നതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു കുറ്റിക്കുരുമുളകിൻ്റെ തൈ. അപ്പോൾ ഇതിലൊരു തുളസി വെറുതെ മുളച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട കുരുമുളക് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ കുരുമുളകിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കയറി കണ്ടോളുണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ഏട്ടൻ്റെ കസിന് ഇവിടെ ബാബു ഏട്ടൻ എന്നറിയാം, അവർ നമുക്ക് വീട് കാണാൻ വന്നപ്പോൾ സമ്മാനമായിട്ട് കൊടുന്നു തന്നതാണ്. വേറെയും കുറേ തൈകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യണ്ട കേട്ടോ. വേണ്ടോ, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട കുരുമുളക് ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ കായൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടേ പിന്നെ കമ്പൊക്കെ കട്ട് ചെയ്താൽ നല്ല പിന്നെ ഇതേമാതിരി തെഴുവൊക്കെ വന്നിട്ടേ നല്ല അതിൻ്റെ തോക്കയൊക്കെ വരും കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ലോണം ഇതുമുണ്ട്. അപ്പം ഇത് പിന്നെ നമുക്ക് ഇപ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് 3-4 തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറ്റിക്കുരുമുളകിൻ്റെ. അതിലൊന്നാണിത്. ഇത് കണ്ടോ, അതിലിപ്പോൾ ഇതാ നമ്മളിവിടെ കൊടുന്ന് വെച്ചതിൻ്റെ ശേഷം ചെറിയ ചെറിയ തോക്കകൾ വന്നതാണ്. കണ്ടോ, ചെറിയ തോക്കകൾ ഇപ്പോൾ വന്നതാണ് കേട്ടോ. കണ്ടോ, ചെറിയ മണികൾ, കുട്ടികളാണ് ഒക്കെ. കണ്ടോ, നല്ല നല്ല ആരോഗ്യമുള്ള ചെടികൾ. അതിൻ്റെ ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ആർക്കൊക്കെ കിട്ടിയെന്ന് പ്രാവശ്യം എന്നുള്ളത് പറയുമെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തോ നല്ലോണം ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളേ ഒരു കുടിയിരിക്കലിനോ വീട്ട് കാണാനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു തൈ കൊടുക്കണ ആശയം നല്ലൊരാശയം കേട്ടോ. അതിന് ഞങ്ങൾ ബാബുവേട്ടനോട് നന്ദി പറയുകയാണ്. അത്ര നല്ലൊരു കാര്യമാണല്ലോ നമ്മൾ ഓരോ തൈകൾ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതേമാതിരി ഉണ്ടോ, ഇതുണ്ടോ, നല്ലോണം കുരുമുളകുണ്ട്. അപ്പോൾ നമുക്ക് വള്ളിയൊക്കെ ആകുമ്പോൾ കയറി പറിക്കാൻ ആൾ വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മെനക്കെടണം. ഇതാകുമ്പോൾ അതിൻ്റെ അത്ര പ്രയാസമൊന്നുമില്ല. നമുക്കൊരു ഭാഗത്തിരുന്നിട്ട് ഇങ്ങനെ പറിച്ചുണ്ടാക്കാം. നമുക്ക് വേണ്ടത് അത്യാവശ്യം ഇങ്ങനെ കിട്ടുകയും ചെയ്യും. നല്ല മാന്തളൊക്കെ, ഉണക്ക മാന്തളുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ വറ്റിച്ചാൽ നല്ല രസമാണ് കേട്ടോ. അരച്ചിട്ട് പച്ചക്കുരുമുളക് അരച്ചിട്ടേ വറ്റിച്ചാൽ നല്ല രസമാണത്. പച്ചക്കുരുമുളകും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ കൂട്ടിയിട്ട് അരയ്ക്കുക. എന്നിട്ട് മാന്തൾ വറ്റിക്കണം, നല്ല ടേസ്റ്റാണ്. അതുണ്ടോ, നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടിയിട്ടോ. അതുണ്ടോ, ഈ ഒരൊറ്റ തയ്യുമെന്നാണ് ഇത്രയും കുരുമുളക് കിട്ടി. ഇപ്പം എത്ര സന്തോഷമുണ്ട് അറിയത്. ഇങ്ങനെ ഭയങ്കര സന്തോഷം. ഉണ്ടോ, ഇനി ഇതൊക്കെ നമ്മളെ ഒന്ന് കമ്പ് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതൊക്കെ ഒന്നിങ്ങനെ കമ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ അതാ തെഴു ഇങ്ങനെ വരും കേട്ടോ. പിന്നെ പുതിയ തെഴു വരും. അപ്പം ഇങ്ങനെ അതെല്ലാതിൻ്റെയും തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അതേമാതിരി. ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യം കേട്ടോ. 3-4 ആയി ഇപ്പോൾ ഇതുമ്മ കായ്ക്കൽ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ ഇനി ഇവിടെയൊക്കെ ഇങ്ങനെ തെഴു വരും കേട്ടോ. അപ്പം അതിലൊക്കെ ഇതേമാതിരി ഇങ്ങനെ ചെറിയ തോക്കകളുണ്ടാവും. അപ്പോൾ പിന്നെ നല്ല കുരുമുളക് പിന്നെയും നമുക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു ഒറ്റ മരത്തുമ്മയാണ് ഇതിപ്പോൾ എന്തായാലും ഒരു 10-30 തോക്കേൻ്റെ അപ്പുറം ഉണ്ടാവും ഏകദേശം. അതിൽ നമുക്കൊരു വീട്ടിലേക്ക് അത്യാവശ്യമാണ് ഇങ്ങനത്തെ ഇത്. ആയിക്കോട്ടെ, ബൈ.